ഹായ്, എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു യാത്രയാണിത്, കാശ്മീർ. ഇപ്പോൾ കാശ്മീരിക്കുള്ള യാത്രയിലാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. 5:40 കേരളയിലാണ് പോണേ. വണ്ടി ലേറ്റാണ്, 6:05 ആവും. അപ്പോൾ അധികം പ്ലാനിങ് ഒന്നുമില്ല. ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് നേരെ ജമ്മു താവിക്ക് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് കാശ്മീർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല തണുപ്പാണ് അവിടെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കോട്ട്, ജാക്കറ്റ്, ഷൂവ്, സോക്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം. എന്തെങ്കിലും ചീപ്പ് റേറ്റിൽ കിട്ടുകയാണെങ്കിൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് ജമ്മു താവി 2 ട്രെയിൻ ആക്കണം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ അധികം പ്ലാനിങ് ഒന്നുമില്ല. നേരെ ഇനി ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് ജമ്മു. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയാ കാണാം. തൃശ്ശൂരിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് 950 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ്. തേർഡ് AC 2400 രൂപയാണ്. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് അനുസരിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തേർഡ് AC ആണ് ബെറ്റർ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം 6:15 ട്രെയിൻ വന്നു. വണ്ടി ലേറ്റ് ആയിരുന്നു, 5:40 ട്രെയിൻ. പക്ഷേ ബോഗിയുടെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ബോഗിയിൽ ഒരു 50% കൂടുതലും സ്വാമിയാരായിരുന്നു. അവരെ ശരണമേളിയും പിന്നെ പ്രസാദം ഷെയർ ചെയ്യലും ഇപ്പം എല്ലാം കൂടി ആയപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ നെല്ലൂർ എത്താറായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മൊത്തം ട്രെയിൻ തന്നെയാവും. നാളെ ഉച്ചയ്ക്ക് 1:30 ന്യൂഡൽഹി എത്തുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയാ കാണാം. ബോഗിയിൽ ഒട്ടുമിക്ക സ്വാമിമാരും ഇവിടെ ഇറങ്ങി. ബോഗിയിലല്ല, നമ്മുടെ ട്രെയിനിൽ തന്നെ ഒട്ടുമിക്ക സ്വാമിമാരും ഇവിടെ ഇറങ്ങി എന്നാണ് വിചാരിക്കണം. ഇനി ഇവിടെ ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റോളം ഇവിടെ നിർത്തും. വെള്ളം നിറയ്ക്കാനാണ്.
വെള്ളം നിറയ്ക്കാനും AC-യുടെ ഗ്ലാസ്സുകൾ കഴുകാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അതൊക്കെ ചെയ്യാനാണ്. ഒരു 15-20 മിനിറ്റോളം അവിടെ വണ്ടി കയറും. നമ്മുടെ പോക്കി കാര്യമായി ആരുമില്ല. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ നല്ല ഫുഡ് കഴിക്കണം. ഇന്നലെ വൈകുന്നേരം 1 രൂപയുടെ അച്ചാർ വെച്ചിട്ടാണ് മുട്ട ബിരിയാണി കഴിച്ചത്. അപ്പോൾ ആദ്യം നല്ല വയറ് നിറച്ചൊരു ഫുഡ് കഴിക്കണം. അതിന് ശേഷം മാർക്കറ്റിൽ പോകണം. എല്ലാം വഴിയെ കാണിച്ചു തരാം. പോവാം നമുക്ക്. ഇതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. പട്ടുകൂറ്റ സാധന. നമ്മളിനി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോകാം. അതെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഹാളിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഹോട്ടൽ, കേരള ഹോട്ടൽ. അത്യാവശ്യം നല്ല ഫുഡാണ്. ഈ കേരള ഹോട്ടലിൻ്റെ അവിടെ തന്നെയാണ് മാർക്കറ്റും. പിന്നെ മാർക്കറ്റിലത്തെ വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് എങ്ങാനും ക്യാമറ മിസ്സായ നല്ല തിരക്കാണ്. എങ്ങാനും മിസ്സായ പിന്നെ ആകെ സീനാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സാധനങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധം ബാർഗെയിൻ ചെയ്താൽ കിട്ടും. പിന്നെ ഇതിപ്പോൾ വെയിറ്റിംഗ് ഹാളിൽ കയറി കുളിയൊക്കെ കഴിഞ്ഞു. 2 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 8:30ക്കാണ് വണ്ടി. 8:30യുടെ വണ്ടി കയറിയാൽ നാളെ കാലത്ത് 6:30ക്ക് ജമ്മു താവി എത്തും. പിന്നെ ജമ്മു താവിന്ന് നേരെ കാശ്മീർ. അങ്ങനെയാണ് ഉദ്ദേശം. ഇനി ബാക്കിയുള്ള പ്ലാനിങ്ങൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ബൈ.